ചരിത്രത്തിൽ ആദ്യമായി കാനഡയിലെ ടൊറന്റോയിൽ ലോകകപ്പിന്റെ വിസിൽ മുഴങ്ങി. പക്ഷേ സ്റ്റേഡിയത്തിന് പുറത്ത് ഫിഫയ്ക്കെതിരെയുള്ള പ്രതിഷേധ ബാനറുകൾ ഉയർന്നു കണ്ടു. കിക്ക് ഇസ്രായേൽ ഔട്ട് ഓഫ് ഫിഫ എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിയാണ് ഈ പലസ്തീൻ അനുകൂലികൾ അവിടെ പ്രതിഷേധത്തിന് തിരികൊളുത്തിയത്. വിവാദങ്ങളും വിമർശനങ്ങളും നിറഞ്ഞ ആദ്യ പകുതിക്കാണ് കാനഡയിലെ ടൊറാന്റോയിൽ ലോകകപ്പ് വിസിൽ മുഴങ്ങിയത്. സ്റ്റേഡിയത്തിലെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് മുതൽ ഫാൻ പാർക്കുകളിലെ വിലക്കുകൾ വരെ ഇതിൽപ്പെടുന്നു. ആഘോഷങ്ങളുടെ മേളയായ ലോകകപ്പിൽ പ്രതിഷേധങ്ങൾ സാധാരണമാണ്. എന്നാൽ ചട്ടങ്ങളെല്ലാം ഫിഫ പൂർണ്ണമായും ലംഘിച്ചു എന്നതാണ് പ്രതിഷേധക്കാരുടെ വാദം. യുദ്ധക്കുറ്റങ്ങളിൽ ആരോപണ വിധേയരായ ഇസ്രയേലുമായി സഹകരിക്കുന്നതിലാണ് വിമർശനം. ഇസ്രയേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഫിഫ പുലർത്തുന്ന ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഈ സഹകരണമെന്ന് പ്രതിഷേധക്കാർ. 21-കാരിയായ പലസ്തീനിയൻ താരം നതാലി അബൂദയിയെ ഇസ്രയേൽ സൈന്യം 500 ദിവസത്തോളം തടവിലാക്കിയപ്പോഴും ഫിഫയ്ക്ക് പ്രതികരണമില്ലായിരുന്നുവെന്നാണ് ആക്ഷേപം. The banner said kick Israel out of FIFA, and you also saw two banners that were dropped, one of which was of 21-year-old Palestinian soccer player Natalie Aboudaye, and the second was of Dr. Hassam Abu Safiya, who has been under Israeli detention for over 500 days. He's a Palestinian pediatrician who was kidnapped by Israeli tanks outside of a hospital in northern Gaza. ഫിഫയുടെ ഭരണഘടനാ പ്രകാരം ഫുട്ബോൾ ലീഗുകൾ ആ രാജ്യത്തിന്റെ അധീനതയിലല്ലാത്ത പ്രദേശങ്ങളിലും പിടിച്ചടക്കപ്പെട്ട സ്ഥലങ്ങളിലും നടത്താൻ കഴിയില്ല. അഥവാ നടത്തണമെങ്കിൽ അതിന് മുൻകൂറായി അനുവാദം വാങ്ങണം. എന്നാൽ വെസ്റ്റ് ബാങ്കിന്റെയും സിറിയയുടെയും കാര്യത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ്. ഫിഫ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന് മാത്രമല്ല, അനധികൃത ലീഗുകൾ സംപ്രേഷണം ചെയ്യാൻ മൗനസമ്മതം നൽകുന്നുവെന്നും വിമർശനമുണ്ട്. ഇതിലൂടെ അധിനിവേശങ്ങളെ ഫിഫ സാധൂകരിക്കുന്നുവെന്നാണ് വിമർശനം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.